എന്റെ ഞങ്ങളുടെ നാടിതാക്കോലും പഴമയും പട്ടുപോലും വെച്ചിരിക്കുന്ന കളനീശ ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഈ വീഡിയോയിൽ ഞങ്ങളുടെ മുഖത്തിന് പ്രസക്തി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വീടിനടുത്തുള്ള വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം അല്ലെങ്കിൽ കോട്ടം എന്ന് പറയാം, അവിടെയാണ് ആക്ച്വലി ഈ തെയ്യം ഉള്ളത്. ഇതൊരു നേർച്ച തെയ്യമാണ് കേട്ടോ. ഈ കോട്ടത്ത് പ്രധാനമായിട്ടുള്ള തെയ്യങ്ങൾ നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഭാഗ്യത്തിന് ഈ നേർച്ച തെയ്യം ഞങ്ങൾ പോയ സമയത്തായിരുന്നു, ഞങ്ങൾ നാട്ടിലുള്ള സമയത്തായിരുന്നു. മോൾക്ക് ആദ്യമായിട്ട് തെയ്യം കാണാനും പറ്റി. അവൾ ആദ്യമായിട്ട് തെയ്യം കാണുന്നത് ഇത്തവണ നാട്ടിൽ വന്നപ്പോഴാണ്. അപ്പോൾ തെയ്യം എന്ന് പറയുന്നത് നോർത്ത് മലബാറിൽ ഉണ്ടാകുന്ന ഒരു കലാരൂപമാണ്. നോർത്ത് മലബാർ എന്ന് പറയുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, അതുകൂടാതെ കർണാടക ജില്ലകളിലും തെയ്യങ്ങളുണ്ട്. കർണാടക ജില്ലയിലെ പഞ്ചുരുളി തെയ്യത്തിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കഥയാണ് കാന്താര എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ മോൾക്ക് ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ. തെയ്യം ആദ്യമായിട്ട് കാണുമ്പോൾ അവളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷവും കൗതുകവും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തന്നു. അപ്പോൾ തെയ്യം ഏകദേശം 456 തരം ഉണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണങ്ങളായിട്ട് ഞാൻ കുറച്ച് പേര് പറയാം. ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന തെയ്യം എന്ന് പറയുന്നത് വേട്ടയ്ക്കൊരു മകൻ തെയ്യമാണ്. അതുപോലെ പുതിയ ഭഗവതി, പഞ്ചുരുളി, പിന്നെ മുത്തപ്പൻ തെയ്യം, ഇതുപോലെ പല പല തെയ്യങ്ങളുണ്ട്. 456 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഓരോ തെയ്യത്തിനും ഓരോ ഐതിഹ്യങ്ങളും ഓരോ മുഖത്തെഴുത്തുമാണ് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതം എന്ന് നമുക്ക് പറയാം. മുഖത്തെഴുത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 5 വിഭാഗങ്ങളിലായിട്ട് അതിനെ തിരിക്കാം. അതായത് വൈരാതേലം, കട്ടാരം, കോഴിപുഷ്പം, കോട്ടുംപുരികം, പിന്നെ പ്രാക്കെഴുത്ത്. ഇങ്ങനെ 5 തരത്തിലാണ് മുഖത്തെഴുത്ത് തന്നെ ഉള്ളത്. മുഖത്തെഴുതാൻ ഉപയോഗിക്കുന്ന നിറങ്ങളിൽ പോലും ഉണ്ട് കേട്ടോ ഒരു വ്യത്യസ്തത. അതായത് നാച്ചുറൽ കളേഴ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്. മഞ്ഞൾ, ചുണ്ണാമ്പ്, കൺമഷി, മനോല, അതുപോലെ പല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ മുഖത്തെഴുതുന്നത്. ഈ മുഖത്തെഴുതാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പോലും തേങ്ങയുടെ ചകിരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രഷ് കൊണ്ടാണ് ഇവർ മുഖത്തെഴുതുന്നത്. അതൊരു വൈദഗ്ധ്യം തന്നെയാണ്. അതായത് മുഖത്തെഴുതുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കല, എന്തൊരു കഴിവ് തന്നെയാണ് കേട്ടോ. കാരണം ഓരോ തെയ്യത്തിനും ഓരോ രീതിയിലാണ് മുഖത്തെഴുത്തുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, എനിക്കൊരെപ്പോഴും ഒരു അത്ഭുതമാണ് തെയ്യം കാണുമ്പോൾ. എത്ര കണ്ടാലും മതിയാവാത്ത ഒരു അത്ഭുതമാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ, എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദർ ആക്ച്വലി തെയ്യം ഒരുപാട് കാണുന്ന ആളും അതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കുന്ന ആളുമാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. തെയ്യം കാണാനും അറിയാനും കൂടുതൽ ഇഷ്ടമുള്ളവർ ആ ചാനലിലൊന്ന് കയറി നോക്കുക. രാകേഷ് രാഘവൻ എന്നാണ് പേര്. അപ്പോൾ ഇന്ന് ഈ തെയ്യത്തിനെ കുറിച്ച് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കി തെയ്യം ഒന്ന് കാണും. കണ്ടും സകലവും സമസ്ത കാര്യത്തിനും അനുകൂല സാക്ഷിയായിട്ട് ഞാൻ ചങ്ങാതി ഉണ്ടാവും കേട്ടോ. അത് സൃഷ്ടിക്കാം, വിളംബരന് അത് സൃഷ്ടിക്കുന്നുണ്ട്. സൃഷ്ടി കളയില്ല കേട്ടോ. തെയ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് തെയ്യം കുറി കൊടുക്കും. എല്ലാവർക്കും നമ്മൾ പൈസ കൊടുക്കുക, ഒരു ദക്ഷിണ പോലെ കൊടുക്കുക. തെയ്യം നമുക്ക് കുറി തരും. അപ്പം അതും ഒരു ചടങ്ങ് പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ഭാഗങ്ങളിലും അതായത് താഴോട്ടുള്ള ഭാഗങ്ങളിലും ഇതുപോലെ തെയ്യം പല പേരുകളിലുണ്ട്. അതായത് പടയണി, മുടിയാട്ടം, അങ്ങനെയുള്ള പല പേരുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർത്ത് മലബാറിലാണ് മെയിൻലി തെയ്യം എന്ന കലാരൂപം ഉള്ളത്.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാക്കി കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ബ്രദറിൻ്റെ ക്ലിപ്സാണ്. അപ്പോൾ ഇത് വേറൊരു തെയ്യമാണ് കേട്ടോ. പല തെയ്യത്തിനും ഞാൻ പറഞ്ഞ പോലെ ഓരോ ഐതിഹ്യങ്ങളാണ്. ഈ തെയ്യത്തിനും വേറെ ഐതിഹ്യങ്ങളുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കൂടുതൽ അറിയാൻ നിങ്ങൾ ആ ചാനലിൽ തന്നെ കയറി നോക്കിക്കോളൂ കേട്ടോ, രാകേഷ് രാഘവിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാ